ചിറ്റൂരിൽ കള്ളിൽ കഫ് സിറപ്പ് കണ്ടെത്തിയ ഷാപ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. ഷാപ്പിലെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷാപ്പ് പൂട്ടിച്ചു. ഷാപ്പിലെ മുഴുവൻ കള്ളും ഒഴുക്കിവിട്ട ശേഷമാണ് പ്രതിഷേധക്കാർ മടങ്ങിയത്. ചിറ്റൂരിൽ വ്യാപകമായ പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഈ ഷാപ്പിനെതിരെ നടത്തുന്നത്. ഇപ്പോൾ ഈ ഷാപ്പിനുള്ളിലുള്ള മുഴുവൻ കള്ളുകളും പുറത്തേക്ക് കൊണ്ടുവന്ന് അത് ഒഴുക്കിക്കളഞ്ഞ് ഇനി ഇവിടെ കള്ള് വിൽക്കരുത് എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായ അത്തരത്തിലൊരു പ്രതിഷേധമാണ് ഇവർ നടത്തിയത്. വലിയ പ്രതിഷേധം തന്നെ, അതായത് ഒരു തുള്ളി കള്ള് പോലും ഇവിടെ വിൽക്കരുത് അല്ലേ? തീർച്ചയായിട്ടും ഇതുമാതിരിയുള്ള ഷാപ്പുകൾ ഇവിടെ തുറന്നു പ്രവർത്തിക്കാൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല. ഇവിടെ ശിവരാജിന്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ CPM-ന്റെ നേതാക്കന്മാർ ലൈസൻസി ആയിട്ടുള്ള വിവിധ ഷാപ്പുകളിൽ എക്സൈസിന്റെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഷാപ്പ് ഇന്നും ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ലാബിലെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷവും ഇവിടെ രാസവസ്തുക്കളായിട്ടുള്ള മറ്റേ ബെനാഡറിൽ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെത്തിയിട്ടും ഈ ഷാപ്പ് തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യം ഒരാഴ്ചയായിട്ട് പ്രവർത്തിക്കുന്നത് ഈ CPM-ന്റെ ഈ പിന്തുണ കൊണ്ടാണ് എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തുടർന്നും ഇനിയുള്ള ഷാപ്പുകളിൽ എല്ലാം ഇത്തരത്തിലുള്ള ഇവരുടെ നേതൃത്വത്തിലുള്ള ഷാപ്പുകളിൽ ഈ ഇത്തരത്തിലുള്ള വ്യാജമദ്യം നിർമ്മിക്കുന്നതും അത് വിൽക്കുന്നതിനുമെതിരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധം നടക്കും. ഇതുപോലെയുള്ള ഷാപ്പ് കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലേക്കും ഈ ചിറ്റൂരിൽ നിന്നാണ് മറ്റേ കള്ള് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയൊരു മദ്യദുരന്തം ഉണ്ടാകാതിരിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവനെ വില കൽപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണം. ഇത്തരത്തിലുള്ള ഷാപ്പ് ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. ശിവരാജൻ എതിരെ, അതായത് ഒരാഴ്ച എന്നിട്ടും ഈ റിപ്പോർട്ട് വന്നിട്ടും തുറന്നു പ്രവർത്തിക്കുന്നു. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ്. കള്ള് ഒഴുക്കിക്കൊണ്ട് തന്നെ ഇവിടെ കള്ള് കച്ചവടം ചെയ്യാൻ സമ്മതിക്കില്ല, ഇത്തരത്തിൽ മായം ചേർന്ന മദ്യം കലർത്താൻ സമ്മതിക്കില്ല എന്നുള്ള ഉറച്ച പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മൽഗോസി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. കാസർഗോഡ് പാലക്കുന്ന് ഭരണി മഹോത്സവത്തിൽ വെടിക്കെട്ട് നടത്തിയവർക്കെതിരെ കേസെടുത്തു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും പടക്കക്കാരനും ഉൾപ്പെടെ 8 പേർക്കെതിരെയാണ് കേസെടുത്തത്. സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാരംഗ്, ഇത്തരമൊരു വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേസെടുക്കുമ്പോൾ എന്താണ് സർക്കാരുമായി പോലീസുമായൊക്കെ ആലോചിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കാതെയാണോ ഇവർ ഈ വെടിക്കെട്ട് നടത്തിയത്? മാർഷൽ, കാസർഗോഡ് നീലേശ്വരം അഞ്ഞൂറ്റമ്പലത്ത് ഇത്തരത്തിൽ വെടിക്കെട്ടിനിടെ ഒരു അപകടമുണ്ടായി. നിരവധി പേർക്ക് ജീവൻ പൊലിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ കാസർഗോഡ് ജില്ലയ്ക്കകത്ത് വെടിക്കെട്ട് നടത്തുകയാണെങ്കിൽ പ്രത്യേക പെർമിഷൻ പോലീസിൽ നിന്നും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൽ നിന്നും നേടണം എന്നുള്ളൊരു നിർദ്ദേശം ആദ്യം തന്നെ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ തള്ളിക്കളഞ്ഞാണ് ഇപ്പോൾ പാലക്കുന്ന് ദേവീക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ വലിയ ഒരു വെടിക്കെട്ട് നടത്തിയത്. അത് സംസ്ഥാന പാതയോട് ചേർന്ന് നിൽക്കുന്ന KSTP റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിൽ തന്നെയുള്ള സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് വെടിക്കെട്ട് നടത്തിയത്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു ഉത്സവമായിരുന്നു. അവിടെ അശ്രദ്ധയോടുകൂടി വെടിക്കെട്ട് നടത്തി എന്നതാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. പോലീസ് തന്നെ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റിനെതിരെയും അതുപോലെ തന്നെ സെക്രട്ടറിക്കെതിരെയും വെടിക്കെട്ട് നടത്തിയ നീലേശ്വരം സ്വദേശിക്കെതിരെയും കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത്. കാസർഗോഡ് പാലക്കുന്ന് വെടിക്കെട്ട് എന്നത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വെടിക്കെട്ടാണ്. അവിടെ പോലും ക്ഷേത്ര അധികാരികൾ മുൻകൂട്ടി പെർമിഷൻ എടുത്തിരുന്നില്ല, അനുമതി തേടിയിരുന്നില്ല എന്നത് വലിയ ഒരു വീഴ്ചയായി തന്നെയാണ് പോലീസ് കാണുന്നത്.